ചാന്നാർ കലാപം അഥവാ ചാന്നാർ ലഹള അല്ലെങ്കിൽ ചാന്നാർ റിവോൾട്ട്. എന്താണ് ചാന്നാർ റെബല്യൻ അല്ലെങ്കിൽ ചാന്നാർ കലാപം എന്നറിയപ്പെടുന്നത്? അറിയാം, ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ, അന്നിവിടെ മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് പ്രധാനമായും, തിരുവിതാംകൂർ, മലബാർ, കൊച്ചി. അന്ന് മനുഷ്യനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, സവർണനും അവർണനും. അന്ന് ചാതുർവർണ്ണയം, കൃത്യമായി പറഞ്ഞാൽ ചാതുർവർണ്ണയമാണ്. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതായത് സവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവർണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നത് എന്നത് നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഈ സവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം പോരാ, തങ്ങൾക്കും തിരുവിതാംകൂറിന്റെ മണ്ണിൽ മാറുമറയ്ക്കാൻ, സവർണരെ പോലെ മാറുമറയ്ക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന സമരത്തിന്റെ പേരാണ് എന്താ? ചാന്നാർ കലാപം. നമുക്ക് പോകാം ചാന്നാർ കലാപങ്ങളിലൂടെ. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ചാന്നാർ കലാപം, ചാന്നാർ റെബല്യൻ 1859. അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ തുടങ്ങണം. 1820-22 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ അന്ന് ഒരു റെസിഡന്റ് ഉണ്ട്, ബ്രിട്ടീഷുകാരന്റെ റെസിഡന്റ്. പേര് കേണൽ മൺറോ എന്നാണ്. കേണൽ മൺറോ. അപ്പൊ ഈ പറയുന്ന കേണൽ മൺറോ തിരുവിതാംകൂറിന്റെ റെസിഡന്റും ദിവാനും ഒക്കെ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചാന്നാർ സമുദായത്തിലെപ്പെട്ട സ്ത്രീകൾ തങ്ങൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൺറോയുടെ അടുത്തേക്ക് എത്തുന്നു. അതിൻ പ്രകാരം മൺറോ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സമരത്തിന്റെ പേരാണ് എന്താ? ചാന്നാർ കലാപം. ഒരു വട്ടം PSC അടക്കമുള്ള പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ചാന്നാർ റെബല്യൻ അല്ലെങ്കിൽ ഒന്നാം ചാന്നാർ കലാപം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. ആ വർഷം 1822 ഒന്നാം ചാന്നാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ 1822. അങ്ങനെ ശ്രദ്ധിക്കുക, the fight from 1823 to 1859 of Channar women in Travancore for right to wear upper cloth like upper class women. അതായത് സവർണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ പോലെ തങ്ങൾക്ക് മാറുമറയ്ക്കണമെന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിന്റെ മണ്ണിൽ ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരത്തിന്റെ പേരാണ് എന്താ? ചാന്നാർ കലാപം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. The British Diwan issued an order permitting the Channar women converts to Christianity to cover their bodies with jackets. അത് ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് തിരുവിതാംകൂറിലെ സ്ത്രീകള്, ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകള് മൺറോയോട് ചെന്ന് പറഞ്ഞു, തങ്ങൾക്കും സവർണരെ പോലെ മാറുമറയ്ക്കാൻ അനുമതി വേണമെന്ന്. മൺറോ പറഞ്ഞു, ഒരു കാര്യമുള്ളൂ, പിന്നെന്താ, മറമറയ്ക്കാൻ അവകാശം തരാം, ബട്ട് ഫോർ വൺ കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കണം. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് സ്ത്രീകൾ കൺവേർട്ട് ചെയ്യുകയും സവർണരെ പോലെ മാറുമറയ്ക്കാൻ അവരും അവകാശം നേടിയെടുക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ ബ്രിട്ടീഷ് ദിവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? കേണൽ മൺറോയാണ്. കേണൽ മൺറോ തിരുവിതാംകൂറിൽ സവർണരെ പോലെ തങ്ങൾക്ക് മാറുമറയ്ക്കണമെന്ന് അവകാശം ഉന്നയിച്ചുകൊണ്ട് ചാന്നാർ സമുദായത്തിൽപ്പെട്ടവർ നടത്തിയ സമരത്തിന്റെ പേരാണ് ചോദ്യമെങ്കിൽ അതിന്റെ പേരാണ് എന്താ? ചാന്നാർ കലാപം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. Agitation led to the royal proclamation of abolishing all residence in the matter of the covering of the upper part by Channar women was on July 26, 1859. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് തങ്ങൾക്കും സവർണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ പോലെ മാറുമറയ്ക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് ചാന്നാർ കലാപമെങ്കിൽ ഈ ചാന്നാർ കലാപം, ഒന്നാം ചാന്നാർ കലാപം 1822 പൊട്ടിപ്പുറപ്പെട്ടെങ്കിൽ രണ്ടാം ചാന്നാർ കലാപം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1859. നമുക്കറിയാം 1859 കാലഘട്ടങ്ങളിൽ ഇത് തിരുവിതാംകൂർ ആയിരുന്നെങ്കിൽ ഈ തിരുവിതാംകൂർ ഭരിച്ച രാജാവിന്റെ പേര് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ എന്നാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ വർഷമാണ് ഈ കൊടുത്തിരിക്കുന്ന മാറുമറയ്ക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള വിളംബരം, ഇനിസുള്ളിയ പ്രൊക്ലമേഷൻ നൽകിയ വർഷമാണ് 1859 ജൂലൈ മാസം 26. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹു ഗേവ് ദ റൈറ്റ് ടു ദ ചാന്നാർ വുമൻ ടു കവർ ദെയർ അപ്പർ ബോഡി ചോദിച്ചാൽ, അതായത് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1847 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ച രാജാവിന്റെ പേരാണ് എന്താ? ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതി തിരുനാളിന് ശേഷം, തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിന് ശേഷം തിരുവിതാംകൂർ ഭരിച്ച രാജാവിന്റെ പേരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ. ശ്രദ്ധിക്കുക, ദ അതർ നെയിം ഓഫ് ചാന്നാർ റെബല്യൻ, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ചാന്നാർ കലാപത്തിന്റെ മറ്റു പേരുകൾ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്നാണ്.
മലയാളത്തിൽ പറയുന്നത് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറക്കൽ സമരം, അതായത് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അഥവാ ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ, അതായത് മേൽമുണ്ട് മാറുമറക്കൽ സമരം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? ചാന്നാർ ലഹള അറിയപ്പെടുന്നത്. Okay, the Renaissance leader who participated in Channar rebellion. ഇവിടെ നമ്മുടെ ചോദ്യം ഇങ്ങനെയാ, the Renaissance leader who was associated with the Channar rebellion. ഒരു വട്ടം ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, the famous social reformer or otherwise the famous Renaissance leader who participated in Channar rebellion. ചാന്നാർ കലാപത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകന്റെ പേരാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം വൈകുണ്ഠസ്വാമികൾ എന്നാണ്. വൈകുണ്ഠസ്വാമി. ഓക്കെ അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാന്നാർ കലാപമാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാന്നാർ കലാപങ്ങളുടെ കേന്ദ്രം എവിടെയെന്ന് ചോദിക്കാം. ചാന്നാർ കലാപങ്ങളുടെ കേന്ദ്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. നമ്മുടെ ഇവിടെ ഇല്ല, പക്ഷെ നമ്മൾ എഴുതിയെടുക്കുന്നു. ചാന്നാർ കലാപങ്ങളുടെ കേന്ദ്രമാണ് കോട്ടാറാണ്. എവിടെയാണ്? കോട്ടാറ്. ചാന്നാർ കലാപങ്ങളുടെ കേന്ദ്രം കോട്ടാറാണ്. എവിടെയാണ് ഈ കോട്ടാർ എന്ന് പറയുന്ന സ്ഥലം? അത് തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള ഒരു സ്ഥലമാണ്. നാഗർകോവിൽ മറക്കരുത്. കോട്ടാർ എന്ന് പറഞ്ഞാൽ എവിടെയാ മക്കളെ? അത് നാഗർകോവിലാണ്. എവിടെയാണ്? നാഗർകോവിൽ. നാഗർകോവിലിനടുത്തുള്ള ഒരു സ്ഥലമാണ് കോട്ടാർ. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത് ചാന്നാർ കലാപമാണ്. ഓക്കെ അല്ലേ? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കണം, സവർണരെ പോലെ തങ്ങൾക്ക് മാറുമറയ്ക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിന്റെ മണ്ണിൽ നടത്തിയ സമരത്തിന്റെ പേരാണ് ചാന്നാർ കലാപം. ചാന്നാർ കലാപത്തിൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ ആദ്യഘട്ടങ്ങളിൽ അവസരം നൽകിയ തിരുവിതാംകൂർ ബ്രിട്ടീഷ് ദിവാന്റെ പേരാണ് കേണൽ മൺറോ. ബ്രിട്ടീഷ് ദിവാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ ചോദിച്ചാലും, ആദ്യ അഹിന്ദുവായ ദിവാൻ ചോദിച്ചാലും, ആദ്യ ഇംഗ്ലീഷ് ദിവാൻ ചോദിച്ചാലും, തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ ചോദിച്ചാലും ഒക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ. അതാരാണ്? അത് കേണൽ മൺറോയാണ്. ഇനിയും ഒന്നാം ചാന്നാർ കലാപം 1822 പൊട്ടിപ്പുറപ്പെട്ടുവെങ്കിൽ രണ്ടാം ചാന്നാർ കലാപം 1859 കാലഘട്ടങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേര് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നു 1859 ജൂലൈ മാസം 26. ചോദിച്ചിട്ടുണ്ട്, ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ ചാന്നാർ കലാപങ്ങളുടെ കേന്ദ്രമാണ് നമ്മൾ എഴുതിയത് കോട്ടാറാണ്. നാഗർകോവിലിനടുത്തുള്ള കോട്ടാറാണ് ചാന്നാർ കലാപങ്ങളുടെ കേന്ദ്രം. ചാന്നാർ കലാപത്തിന്റെ മറ്റു പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ മേൽമുണ്ട് സമരമെന്നും മാറുമറയ്ക്കൽ സമരമെന്നും അതിനെ അറിയപ്പെടുന്നു. അതാണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അഥവാ ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ എന്ന ചാന്നാർ ലഹള അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ദ ഫേമസ് റിനൈസൻസ് ലീഡർ ഓർ ദ ഫേമസ് സോഷ്യൽ റിഫോമർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ചാന്നാർ കലാപം, ചാന്നാർ റെബല്യൻ, ചാന്നാർ ലഹള, അതായത് ചാന്നാർ കലാപത്തിൽ പങ്കെടുത്ത വളരെ പ്രസിദ്ധനായ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ് പേര് വൈകുണ്ഠസ്വാമികൾ എന്നാണ്. വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ അല്ലേ? ചാന്നാർ കലാപം സെറ്റല്ലേ? ഓക്കെ അല്ലേ?